സാങ്കേതികമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്നത് കേട്ടാൽ യാത്രാ വിമാനത്തിൽ കൊണ്ടുവരുന്നതാണ് ചെലവ് കുറവെന്ന് തോന്നും. തെറ്റാണ്. റോയിറ്റേഴ്സ് കൃത്യമായി വിലയിരുത്തി എഴുതിയിട്ടുണ്ട്. ഒരു യാത്രാ വിമാനത്തിൽ ഒരാളെ കൊണ്ടുവരുന്നതിന്റെ 10 ഇരട്ടി ചെലവ് കൂടുതലാണ് യുദ്ധവിമാനത്തിൽ കൊണ്ടുവരുന്നത്. യാത്രാ വിമാനം യാത്രക്കാരെ കൊണ്ടുവരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലാണ്. അതിന്റെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ചെലവ് കുറവാണ്. എന്നാൽ മിലിറ്ററി വിമാനം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് യാത്രക്കാരെ മാത്രം കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അതിന് ഇന്ധന ചെലവടക്കം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരു യുദ്ധവിമാനം ഈ 4-5 മണിക്കൂർ ദൂരമുള്ള ഗുവാഹട്ടിമലയിലേക്ക് പറക്കണമെങ്കിൽ മണിക്കൂറിന് $27,500 ചെലവ്. അതേസമയം ഒരു യാത്രാ വിമാനം ചാർട്ട് ചെയ്ത് അയച്ചാൽ $17,000 മാത്രമേ ചെലവുള്ളൂ. ഒരു വിമാനത്തിന് മുഴുവൻ യാത്രയുടെ കാര്യമാണ്. ഇത് ഒരു മണിക്കൂറിന് $28,500 ചെലവാകും. അതിന്റെ കണക്കെങ്ങനെയാണ് പറയുന്നത്? ഒരു അനധികൃത കുടിയേറ്റക്കാരനെ അമേരിക്കയിൽ നിന്നും ഗുവാഹട്ടിമലയിലേക്ക് സൈനിക വിമാനത്തിൽ അയക്കാൻ $4,675 ചെലവാകുമ്പോൾ കേവലം $630 മാത്രമേ അതൊരു ചാർട്ടേഡ് വിമാനത്തിലാണെങ്കിൽ ആകൂ. അത്രയും ചെലവ് കൂടുതലാണ് വാസ്തവത്തിൽ ഈ പ്രക്രിയ വഴി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിഷയമാകണം. കൈവിലം കിട്ടു കൊണ്ടുവന്നിരിക്കുന്ന ജനങ്ങൾ അറിയണം. അങ്ങനെ ആരും അങ്ങോട്ട് വരാതിരിക്കണം. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, യാത്രാ വിമാനത്തിൽ കയറ്റി അയക്കണമെങ്കിൽ അതിന് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കണം. യാത്രാ വിമാനത്തിന് ഒരുപാട് നൂലാമാലകളുടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചു മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. മിലിറ്ററി വിമാനങ്ങൾക്ക് ഒരുപാട് ഇളവുകളുണ്ട്. ഞൊടിയിടയിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി കാത്തിരുന്നാൽ ഒരുപാട് കാലമെടുക്കും. 10-20 വർഷം വരെ അമേരിക്കൻ സർക്കാർ ചെലവ് കൊടുത്ത് അവരെ നയിക്കേണ്ടി വരും. അതിലൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ട്രംപ് നടപടി എടുക്കുന്ന ആളാണ്. അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു.